അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തെ പ്രധാനപ്പെട്ട സമവാക്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. nth ടേം അഥവാ ഓൾജിബ്രായിക് ഇക്വേഷൻ കാണാനായി xn ആണ് കാണേണ്ടത്. dn പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ ഫസ്റ്റ് ടേം എഫ് എന്ന് പഠിച്ചവർ എഫ് മൈനസ് ഡി കാണുക. x1 ആണ് പഠിച്ചതെങ്കിൽ xn ഈക്വൽസ് dn പ്ലസ് x1 മൈനസ് ഡി എന്ന ഫോർമുല ഉപയോഗിക്കുക. അതായത് മലയാളത്തിലാണെങ്കിൽ എന്നാം പദം അല്ലെങ്കിൽ ബീജഗണിത വാചകം. ഫോർമുല രണ്ടും സെയിം തന്നെയാണ്. xn ഈക്വൽസ് dn പ്ലസ് എഫ് മൈനസ് ഡി, xn ഈക്വൽസ് dn പ്ലസ് x1 മൈനസ് ഡി. ഇനി നമ്പർ ഓഫ് ടേംസ് അഥവാ പൊസിഷൻ, പദങ്ങളുടെ എണ്ണം അഥവാ സ്ഥാനമാണ് കാണേണ്ടതെങ്കിൽ n ആണ് കാണേണ്ടത്. n കണ്ടുപിടിക്കാനായി xn മൈനസ് x1 ബൈ ഡി പ്ലസ് 1 എന്ന സമവാക്യം ഉപയോഗിക്കുക. ഇനി തുക സം കാണാനുള്ള കുറച്ച് സമവാക്യങ്ങളാണ്. Sn ഈക്വൽസ് n ബൈ 2 ഇൻറ്റു 2x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അതുപോലെ Sn ഈക്വൽസ് n ബൈ 2 ഇൻറ്റു x1 പ്ലസ് xn. Sn ഈക്വൽസ് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. Sn ഈക്വൽസ് n ബൈ 2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം. Sn ഈക്വൽസ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ഇത്രയും ഫോർമുലാസ് ഉപയോഗിക്കാം. ഇത് മലയാളത്തിലൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഇനി മിഡിൽ ടേം അഥവാ മധ്യപദം കാണാനായി n ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ സംഖ്യ ആണെങ്കിൽ മിഡിൽ ടേം മധ്യപദം കാണാൻ n പ്ലസ് 1 ബൈ 2 എടുത്താൽ മിഡിൽ ടേം കാണും. ഇനി തുക തന്നിട്ടാണ് മിഡിൽ ടേം കാണേണ്ടതെങ്കിൽ തുകയെ n വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മിഡിൽ ടേം കിട്ടും. ദാറ്റ് ഈസ് തുകയാണ് കാണേണ്ടതെങ്കിൽ n-നെ മിഡിൽ ടേം കൊണ്ട് ഇൻറ്റു ചെയ്യുക. അത് പദങ്ങളുടെ എണ്ണത്തിനെ മധ്യപദം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് തുക കിട്ടും. ഇനി വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഇതൊരു സെൻട്രൽ ആംഗിൾ, ഈ വൃത്തത്തിൻ്റെ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ സി ആണെങ്കിൽ അതിൻ്റെ മറുചാപത്തിൽ ഓപ്പോസിറ്റ് ആർക്കിലുള്ള കോണുകൾ കണ്ടുപിടിക്കാൻ അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. ഇനി അതേ ചാപത്തിലെ കോണിൻ്റെ അളവ് എത്രയായിരിക്കും? മറുചാപത്തിലെ കോണിൻ്റെ അളവിൽ നിന്ന് 180 മൈനസ് ചെയ്താൽ മതിയാകും. അതായത് ഓപ്പോസിറ്റ് ആർക്കിലത് എത്രയാണോ അതിൽ നിന്ന് 180 മൈനസ് ചെയ്യുക. ഇനി സെമി സർക്കിളിനകത്തെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അത് ഡയമീറ്റർ, വ്യാസം മേക്ക് ചെയ്യുന്ന കോൺ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഇനി അത് സർക്കിളിനുള്ളിലാണ്, വൃത്തത്തിനുള്ളിലാണ് ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റുമായിട്ട്, വ്യാസത്തിൻ്റെ എൻഡ് പോയിൻറ്റുമായിട്ട് യോജിപ്പിച്ചിരിക്കുന്നതെങ്കിൽ കോണളവ് എത്രയാണ്? 90-നേക്കാൾ കൂടുതലായിരിക്കും. പുറത്താണെങ്കിൽ അത് എന്തായിരിക്കും? 90-നേക്കാൾ കുറവായിരിക്കും. ഇനി ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകതയാണ് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എത്രയായിരിക്കും? 180 ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ, അതായത് എതിർ കോണുകളുടെ തുക 180 ആയിരിക്കും. ഇനി ഒരു വൃത്തത്തിനകത്ത് രണ്ട് ഞാണുകൾ, രണ്ട് കോഡുകൾ കൂട്ടിമുട്ടുകയാണെങ്കിൽ ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് പി ആണെങ്കിൽ നമുക്കുള്ള പ്രോപ്പർട്ടിയാണ് PA ഇൻറ്റു PV ഈക്വൽസ് PC ഇൻറ്റു PD. ഇതുപോലൊരു ചിത്രം വന്നിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ഈ പ്രോപ്പർട്ടി വേണം യൂസ് ചെയ്യാനായിട്ട്. വൃത്തത്തിനുള്ളിലെ ഒരു കോഡ്, ഒരു ഞാൺ, ഡയമീറ്റർ വ്യാസവും അതിന് പെർപെൻഡിക്കുലറായി ലംബമായിട്ട് മറ്റൊരു കോഡ് ഞാണം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്ന എന്താണ്? PA ഇൻറ്റു PB ഈക്വൽസ് PC സ്ക്വയർ എന്ന ഫോർമുലയാണ്. അതായത് ഇവിടെ PCയും PDയും തുല്യമായിരിക്കും. ഇവിടെ PC സ്ക്വയറിന് പകരം PD സ്ക്വയർ എന്ന് കൊടുത്താലും കറക്റ്റ് തന്നെയാണ്. ത്രികോണമിതി അഥവാ ട്രിഗണോമെട്രി എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടികളും സമവാക്യങ്ങളും നോക്കാം. ഒരു ട്രയാങ്കിളിനകത്തെ, ത്രികോണത്തിനകത്തെ കോണുകൾ 45, 45, 90 ആണെങ്കിൽ ആ കോണളവിന് ഓപ്പോസിറ്റുള്ള സൈഡുകളുടെ റേഷ്യോ, വശങ്ങളുടെ അംശബന്ധം 1:1:√2 എന്നതായിരിക്കും. ത്രികോണത്തിനകത്തെ കോണളവുകൾ 30, 60, 90 ഡിഗ്രി ആണെങ്കിൽ അവയ്ക്ക് ഓപ്പോസിറ്റുള്ള സൈഡുകളുടെ റേഷ്യോ 1:√3:2 എന്നതായിരിക്കും. ഒരു മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിളിനകത്തെ കുറച്ച് പ്രോപ്പർട്ടികളാണ്. ഇപ്പോൾ ഒരു ആംഗിൾ നമ്മൾ എക്സ് ഇവിടെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന വശം ഓപ്പോസിറ്റ് സൈഡ് എന്നും എതിർവശമെന്നും അതിന് സൈഡിലായിട്ട് അതിനടുത്തായി കിടക്കുന്ന വശത്തിനെ അഡ്ജസൻറ്റ് സൈഡ് അഥവാ സമീപവശം എന്നും പറയും. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏറ്റവും നീളം കൂടിയ വശത്തിനെ കർണം എന്നും വിളിക്കും. അപ്പോൾ ഇതൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസാണ്. ത്രികോണമിതി അംശബന്ധങ്ങൾ എന്താണ്? സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, അതായത് എതിർവശം ബൈ കർണം. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, സമീപവശം ബൈ കർണം. ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്, എതിർവശം ബൈ സമീപവശം. ഇനി ഒരു വൃത്തത്തിനുള്ളിൽ ഒരു കോഡുണ്ട്, L എന്ന് പറഞ്ഞൊരു കോഡ്, ഒരു ഞാണുണ്ട്. അതുമായിട്ട് അതിൻ്റെ എൻഡ് പോയിന്റുകളായി യോജിപ്പിച്ചുകൊണ്ട് ഒരു ത്രികോണവും നിർമ്മിച്ചിട്ടുണ്ട്. ത്രികോണത്തിൻ്റെ ഒരു ആംഗിൾ കോഡ് തന്നിട്ടുണ്ട് എക്സ് ആണെങ്കിൽ നമുക്ക് ലെങ്ത് ഓഫ് ദ കോഡ്, ഞാണിൻ്റെ നീളം കണ്ടുപിടിക്കാനായി L ഈക്വൽസ് 2R സൈൻ എക്സ് എന്ന ഫോർമുല യൂസ് ചെയ്യുക. ഇതിൽ മിക്കപ്പോഴും ക്വസ്റ്റ്യനിൽ വരുന്നത് R കണ്ടുപിടിക്കാനാണ്, റേഡിയസ് ആരം കാണാനാണ്. അപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇതേ സമവാക്യമാണ്. L ഈക്വൽസ് 2R സൈൻ എക്സ്. L എന്ന് പറഞ്ഞാൽ കോഡിൻ്റെ നീളം, ഞാണിൻ്റെ നീളമാണ്. എക്സ് ഇവിടുത്തെ ഒരു ആംഗിളാണ്.
ഇനി നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ 30, 60, 45 ഒക്കെ വരികയാണെങ്കിൽ അതിൽ സൈനിൻ്റെ ഇതിൻ്റെ വാല്യൂസ് തരാറില്ല, സൈൻ കോസിൻ്റെ ഒന്നും വാല്യൂ തരാറില്ല. കാരണം അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ച് വെക്കേണ്ട വാല്യൂകളാണ്. സൈൻ 30 1/2 ആണ്, കോസ് 30 √3/2, ടാൻ 30 1/√3 ആണ്, സൈൻ 45 1/√2, കോസ് 45 1/√2, ടാൻ 45 1/√2, സൈൻ 60 √3/2, കോസ് 60 1/2, ടാൻ 60 √3. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് രണ്ടാംകൃതി സമവാക്യങ്ങളിൽ പ്രധാനമായും പഠിച്ചു വെക്കേണ്ടത്, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നാൽ, രണ്ടാംകൃതി സമവാക്യം തന്നാൽ അതിൽ നിന്നും എക്സ് കാണാനുള്ള ഫോർമുലയാണ് -b ± √b² - 4ac / 2a. ഇനി എപ്പോഴും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്ന് റെക്റ്റാങ്കിളിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിലെപ്പോഴും പെരിമീറ്റർ ഒക്കെ തന്നിട്ടാണ് ചോദ്യം ഉണ്ടാവുക. അപ്പോൾ അതിന് നമ്മൾ സോൾവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പെരിമീറ്റർ കാണാൻ എങ്ങനെയാണ് 2 × l + b ആണ്. അതിൽ നിന്ന് നീളവും വീതിയുടെ തുക കാണാൻ ചോദിക്കുകയാണെങ്കിൽ l + b കാണാൻ ചോദിച്ചാൽ p/2 ആണ്. പെരിമീറ്ററിൻ്റെ പകുതി എടുക്കുക, ചുറ്റളവിൻ്റെ പകുതി എടുക്കുക. ഏരിയ അഥവാ പരപ്പളവ് കാണാനായിട്ട് നീളത്തിനെ വീതി കൊണ്ട് ഗുണിക്കുക. സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് സമവാക്യങ്ങളാണ്. ഇതൊരു സ്ക്വയർ പിരമിഡ് ആണെങ്കിൽ ഈ ഭാഗത്തിനെ അതിൻ്റെ എ അഥവാ ബേസ് എഡ്ജ് പാദവക്കം എന്നറിയപ്പെടുന്നു. ഇതെന്താണ്? ഈ ഓരോ ട്രയാങ്കിൾ, 4 ട്രയാങ്കിൾ ഇല്ലേ, 4 ത്രികോണങ്ങൾ, അതിൻ്റെ ഉയരമാണ് സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചരിവ് ഉയരം. ആ ത്രികോണത്തിൻ്റെ തന്നെ ചരിഞ്ഞ വശം എന്താണ്? ലാറ്ററൽ എഡ്ജ് അഥവാ പാർശ്വവക്കാണ്. അത് ഈ കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ എ ബേസ് എഡ്ജ് പാദവക്ക്, എച്ച് ഹൈറ്റാണ് ഉയരം, എൽ സ്ലാൻഡ് ഹൈറ്റ് ചരിവ് ഉയരം, ഈ എന്താണ്? ലാറ്ററൽ എഡ്ജ് പാർശ്വവക്ക്. അപ്പോൾ ഇത്രയും കാര്യം ചില ക്വസ്റ്റ്യൻസിൽ ഇതിലെല്ലാം ഒന്നും തന്നിരിക്കത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എയും എച്ചും എല്ലും കൂടെ കണക്ട് ചെയ്യുന്ന റിലേഷൻ a/2² + h² = l². അതുപോലെ a/2² + l² = e². ദെൻ ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവാണ് കാണേണ്ടതെങ്കിൽ ബേസ് ഏരിയ കാണാനായി a² കാണുക. LSA അഥവാ പാർശ്വതല പരപ്പളവാണെങ്കിൽ 2AL എന്ന ഫോർമുല ഉപയോഗിക്കുക. TSA അഥവാ ഉപരിതല പരപ്പളവാണ് കാണേണ്ടതെങ്കിൽ 2AL + a² എന്ന ഫോർമുല യൂസ് ചെയ്യുക. വോളിയം അഥവാ വ്യാപ്തമാണ് കാണേണ്ടതെങ്കിൽ 1/3 a²h എന്ന ഫോർമുല ഉപയോഗിക്കുക. അടുത്തത് കോൺ അഥവാ വൃത്തസ്തൂപികയിലെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. ഇപ്പോൾ ഒരു വൃത്തത്തിനകത്ത് നിന്നാണ് നമ്മൾ ഒരു സെക്ടർ അഥവാ വൃത്താംശം കട്ട് ചെയ്തെടുത്ത് കോൺ നിർമ്മിക്കുന്നത്. അപ്പോൾ ആ വൃത്തത്തിൻ്റെ റേഡിയസിനെ നമ്മൾ ക്യാപിറ്റൽ R കൊണ്ട് സൂചിപ്പിക്കുന്നു. റേഡിയസ് ഓഫ് സർക്കിൾ അഥവാ റേഡിയസ് ഓഫ് സെക്ടർ. വൃത്തത്തിൻ്റെയോ വൃത്താംശത്തിൻ്റെയോ ആരത്തിനെ R എന്ന് സൂചിപ്പിക്കുന്നു. ദെൻ ഇതിൽ നിന്ന് നിർമ്മിക്കുന്ന കോണിൻ്റെ എന്താണ്? ചരിഞ്ഞ ഉയരം അഥവാ സ്ലാൻഡ് ഹൈറ്റ് എന്തിന് തുല്യമായിരിക്കും? R തുല്യമായിരിക്കും. വൃത്തത്തിൻ്റെ അഥവാ വൃത്താംശത്തിൻ്റെ റേഡിയസിന് തുല്യമായിരിക്കും. L = R ആണ്. അപ്പോൾ ഇത് ഈ കോണിൻ്റെ റേഡിയസും കോണിൻ്റെ ആരവും വൃത്തത്തിൻ്റെ ആരവും ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. x/360 = R/L. അതുപോലെ R, H, L ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്നത് R² + h² = L². ഇനി CSA അഥവാ വക്രതല പരപ്പളവ് കാണാൻ πRL എന്ന ഫോർമുല ഉപയോഗിക്കുക. പാദപരപ്പളവാണെങ്കിൽ ബേസ് ഏരിയ, അതായത് പാദപരപ്പളവ് അല്ലെങ്കിൽ ബേസ് ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. പാദം വൃത്തമാണ്. വ്യാപ്തം 1/3 πr²h. TSA അഥവാ ഉപരിതല പരപ്പളവ് πr × R + L. ഇതെല്ലാം കോണിൻ്റെ വൃത്തസ്തൂപികയുടെ സമവാക്യങ്ങളാണ്. ഗോളം അഥവാ സ്പിയർ സർഫസ് ഏരിയ കാണാൻ, ഉപരിതല പരപ്പളവ് കാണാൻ 4πr² എന്ന ഫോർമുല യൂസ് ചെയ്യുക. ഗോളത്തിൻ്റെ വ്യാപ്തം അഥവാ വോളിയം കാണാൻ 4/3 πr³ എന്ന ഫോർമുല യൂസ് ചെയ്യുക. ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളത്തിൻ്റെ ഉപരിതല പരപ്പളവ് സർഫസ് ഏരിയ കാണാൻ 3πr² എന്ന ഫോർമുല യൂസ് ചെയ്യുക. ഹെമിസ്ഫിയർ അഥവാ അർദ്ധഗോളത്തിൻ്റെ വോളിയം വ്യാപ്തം കാണാനായി 2/3 πr³ എന്ന ഫോർമുല യൂസ് ചെയ്യുക. പ്രധാനമായും നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട മറ്റൊരു രൂപമാണ് സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം. സിലിണ്ടറിൻ്റെ പാദപരപ്പളവ് അഥവാ ബേസ് ഏരിയ കാണുന്ന ഫോർമുല πr² ആണ്. വക്രതല പരപ്പളവ് അഥവാ CSA കാണുന്നത് 2πRh ആണ്. TSA അഥവാ ഉപരിതല പരപ്പളവ് കാണുന്നത് 2πr × R + h എന്ന ഫോർമുല യൂസ് ചെയ്തുകൊണ്ടാണ്. സിലിണ്ടറിൻ്റെ വോളിയം കാണുന്നത് വ്യാപ്തം πr²h എന്ന ഫോർമുല ഉപയോഗിച്ചാണ്. കോർഡിനേറ്റ്സ് എന്ന സൂചക സംഖ്യകൾ എന്ന ചാപ്റ്ററിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഒരു ഡിസ്റ്റൻസ് ഫോർമുലയുണ്ട്. അകലം കാണാനായി 2 പോയിന്റുകൾ തന്നിരുന്നാൽ √(x1 - x2) + y1 - y2² കാണുക. ഇനി ഒറിജിനുമായിട്ടുള്ള, അതായത് 0, 0യുമാണ് ഒരു പോയിന്റെങ്കിൽ ഡിസ്റ്റൻസ് അഥവാ അകലം കാണാൻ √(x² + y² കാണുക. ഇനി മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു കാണാനായി x1 + x2/2, y1 + y2/2 കാണുക. ജിയോമെട്രി ആൻഡ് ആൾജിബ്ര
ജ്യോമിതിയും ബീജഗണിതവും എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഫോർമുലകൾ നോക്കാം. സ്ലോപ്പ് അഥവാ ചരിവ് കാണാനായി ഒരു ലൈനിന്റെ സ്ലോപ്പോ ചരിവോ കാണാൻ ചോദിക്കുകയാണെങ്കിൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന ഫോർമുല യൂസ് ചെയ്യുക. ഇക്വേഷൻ ഓഫ് ലൈൻ ജോയിനിങ് വരയുടെ സമവാക്യമാണ് കാണേണ്ടതെങ്കിൽ y മൈനസ് y1 ഈക്വൽസ് m ഇൻറ്റു എക്സ് മൈനസ് x1 കാണുക. ഒരു ലൈനിനെ കട്ട് ചെയ്യുന്നത് ഒരു വരയെ മുറിക്കുന്ന രണ്ട് റേഷ്യോകൾ തരികയാണെങ്കിൽ അംശബന്ധം തരികയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എക്സ് സൂചക സംഖ്യ വൈ സൂചക സംഖ്യ കാണാനായി m1x2 പ്ലസ് m2x1 ബൈ m1 പ്ലസ് m2 m1y2 പ്ലസ് m2y1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 എന്ന ഫോർമുല യൂസ് ചെയ്യുക. ഇനി കോർഡിനേറ്റുകൾ സെൻറ്റർ x1 y1 അതായത് കേന്ദ്രം x1 y1 റേഡിയസ് 6 ആണെങ്കിൽ വൃത്തത്തിൻ്റെ സമവാക്യം എക്സ് മൈനസ് x1 സ്ക്വയർ പ്ലസ് y മൈനസ് y1 സ്ക്വയർ ഈക്വൽസ് ആർ സ്ക്വയർ എന്നതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ കാണുന്നതിനുള്ള ഫോർമുല. ടാൻജൻസ് അഥവാ സ്പർശരേഖകൾ എന്ന ചാപ്റ്ററിൽ നിന്നും പ്രധാനമായി ചോദിക്കുന്നത് പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻറ്റുകളാണ് പി ബിയും പി സിയും എങ്കിൽ പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി സ്ക്വയർ എന്ന ഫോർമുല യൂസ് ചെയ്യുക. എന്തെങ്കിലും പി എയോ പി ബിയോ ഒക്കെ കാണാനായി ചോദിക്കാറുണ്ട്. ഇതുപോലെ ഇതൊരു ഇൻ സർക്കിളാണ്, ഒരു ത്രികോണത്തിനകത്ത് വരച്ചിരിക്കുന്ന വൃത്തമാണ്. അപ്പോൾ അതിൻ്റെ ഇൻ റേഡിയസ് 6 കാണാനായി ചോദ്യം ഉണ്ടാവാം. ഇൻ റേഡിയസ് കാണാനായി റേഡിയസ് ഈക്വൽസ് ഏരിയ ബൈ എസ്. ഏരിയ കാണുന്നതിന് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി കാണുക. എസ് എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ പെരിമീറ്ററിൻ്റെ പകുതിയാണ്, ചുറ്റളവിൻ്റെ പകുതിയാണ് എസ് എന്ന് പറയുന്നത്. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ആണ്. അപ്പോൾ ഏരിയയും സെമി പെരിമീറ്റർ ചുറ്റളവിൻ്റെ പകുതിയും ഉണ്ടെങ്കിൽ നമുക്ക് റേഡിയസ് അഥവാ ആരം കണ്ടുപിടിക്കാം.